ഹായ് പൂജ. ഹായ്. എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദ ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ്? ഇത് ഇന്റെ ചാനലാണ്. ഇന്റെ ചാനലിൽ ഇന്നെ തന്നെ ചോദ്യം ചെയ്യുന്ന ആങ്കർ. ഇപ്പൊ ഇറങ്ങിയിട്ട് കിളി പോക്കുന്ന ഞാൻ മാറിയിട്ടില്ല. അതാ ചോദിച്ചേ. 1.5 മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഓക്കേ മിസ്റ്റർ അനിരുദ്ധ്, എന്റെ പണി ഇതാണ്. എന്നാ പിടിച്ചു നല്ല ഇടയ്ക്ക്. എന്റെ എന്താ മോളെ? വാ വാ വാ. അതെ വാ 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 വാ. സത്യം ഇവരെല്ലാരും കൂടി പറഞ്ഞിട്ട് സ്നേഹനെ ഭയങ്കരമായിട്ട് പൊക്കുന്നത് എനിക്ക് തീരെ പറ്റുന്നില്ല. അതോ അഖിലിനോട് പറയേണ്ടിരുന്നു. ഓ ഭാഗ്യം. ഞങ്ങളിത് കട്ട് ചെയ്ത് കാണിച്ചില്ല. ലൈവിലാവും. എപ്പിസോഡ് കാണിച്ചില്ലല്ലോ. ബിഗ് ബോസ് നീതി പാലിക്കുക. ഞങ്ങളുടെ ലിപ് ലോക്ക് ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു വിടുക. ഞാനോ? ഞാൻ നമുക്ക് ഇന്റർവ്യൂല് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ അത് പോവും. മോങ്ങി പോവും. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ പരിപാടി കഴിഞ്ഞിട്ട് ബിഹൈൻഡ് ദ വുഡിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കൂടി പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വ്ളോഗ് ചെയ്യാൻ അടിച്ച് കയറ്റാൻ നോക്കും. വേണ്ടേ? വേണ്ട, താല്പര്യമില്ല. താല്പര്യകക്ഷിയല്ല, താല്പര്യമില്ല. സീക്രട്ട് ഇന്റർവ്യൂ സീക്രട്ട്. അപ്പോൾ നമ്മൾ ബിഹൈൻഡ് ദ വുഡിലെ പൂജയായിട്ടുള്ള ഇന്റർവ്യൂ കഴിഞ്ഞല്ലേ? ഞങ്ങളുടെ ഒരു കിടിലൻ ഇന്റർവ്യൂ ഞങ്ങൾ തരുന്നുണ്ട്. ഇതാണ് പൂജയുടെ അഖിൽ. ഹലോ ഗൈസ്. ഞാൻ കൊറേ കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതെ, അതായത് നമ്മളെല്ലാരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കാം മേ ബി. കാരണം ഇവരുടെയൊക്കെ സ്വഭാവം ഒരേപോലെയാണല്ലോ. നമ്മൾ ബേസിക്കലി പാവങ്ങളാണ്. ഞങ്ങൾ ബേസിക്കലി പാവങ്ങളാണ് അല്ലേ ബ്രോ? നമ്മൾ പാവങ്ങളല്ലേ? ആയിരിക്കാം. അങ്ങനെ പറയരുത്. പിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. സീക്രട്ട് ഏജന്റിനെ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ സായി കൃഷ്ണനെ കണ്ണനെയും സപ്പോർട്ട് ചെയ്യും. ഓ താങ്ക് യു. ഇവനും ഒരു കണ്ണനാണ്. ഇവന്റെ വീട്ടില് കണ്ണനാണ്. ഓ അങ്ങനെ. പൂജ ചേട്ടൻ ഭയങ്കര ആത്മാർത്ഥത്തിലാണ് പണിയെടുക്കുന്നത്. വേറെ ആർക്കും ഈ ജോലി വിട്ടുകൊടുക്കരുതെന്നുള്ള ആത്മാർത്ഥമായ പണിയെടുത്തത്. ഭാഗ്യം കൊട്ടിന് ചില്ലടിച്ചു പോയിരുന്നു കാറിന്റെ. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കണ്ടോ? ഫുഡ് കഴിക്കാൻ പോവാണോ? ഞങ്ങള് മെല്ലെ വിട്ടാലോ? ഫുഡ് അടിക്കണ്ടോ? ഫോട്ടോഷൂട്ട് ഇല്ല നിനക്ക്? അതാണ് ഞാൻ വിടാം. നീ നമുക്കൊരു വൈകുന്നേരം വരാം. വൈകുന്നേരം വിളിക്കാം. എന്റെ വില്ലയിലേക്ക് വരൂ. ഓക്കെ. ഇവിടെ കാക്കനാട് ആണോ? സിബിനവിടെ? സിബിൻ എത്ര അവിടെ ഉറങ്ങുന്നുണ്ട്. അവന് ഉറക്കമാണ് വരുന്നത്. അപ്പോ ബിഹൈൻഡ് ദ വുഡിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പൂജന്റെ അഖിലിനൊപ്പം പോയി. ഞങ്ങൾ ഇനി പോകുന്നത് റസ്മിൻ ബായ് മട്ടാഞ്ചേരി ഗാങ് ലീഡറായ ടീംസായ നമ്മുടെ റസ്മിൻ ബായിയുടെ കാണാനാണ്. അപ്പോൾ വെള്ളക്കാന്താരി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഫിഷ് കിട്ടുന്ന സ്ഥലമുണ്ടെന്നാണ് റസ്മിൻ ബായി പറഞ്ഞത്. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോകണം. അവിടെ ചെല്ലുന്നു, റസ്മിനെ കാണുന്നു, ഞങ്ങൾ കുറച്ച് മീനൊക്കെ കടിച്ച് പറിച്ച് തിന്നുന്നു. ഞങ്ങൾ കുറച്ച് ചർച്ചകൾ നടത്തുന്നു. കുറച്ച് കൂലങ്കഷമായ ചർച്ചകൾ ഞങ്ങൾക്ക് നടത്തണം. അടുത്ത എവിക്ഷൻ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യണം. കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് പുറത്താക്കുന്നുണ്ട്. കഴിഞ്ഞല്ലോ, അടുത്ത ആഴ്ച ഫൈനലായി. കഴിഞ്ഞല്ലേ? പോണില്ല സായി, നിങ്ങൾ മികച്ചൊരു മത്സരാർത്ഥിയാണ്. ഓക്കെ ബിഗ് ബോസ്, താങ്ക് യു. വെള്ളക്കാന്താരി റസ്മിൻ ഞങ്ങൾക്ക് പ്രിഫർ ചെയ്ത. അതെ, വെള്ളക്കാന്താരി. അതെ, ഇതും കാന്താരി, ബിഗ് ബോസിലെ കാന്താരി. ഇതിപ്പോ വെള്ളക്കാന്താരി. ആൻഡ് ഫുഡ് അടിപൊളിയായിരുന്നു.
അല്ലടാ ഫുഡ് അടിപൊളിയല്ലേ? നല്ല ഫുഡ്. അപ്പൊ ഇനി വാ ബാക്കി വണ്ടിയിൽ വെച്ച് സംസാരിക്കാം. ഇത് വേറെ കാന്താരി, ഇതും വേറെ കാന്താരി. ഈ കാന്താരിയും ബാബൂര്. അപ്പൊ നമ്മുടെ റസ്മിൻ ഭായിനെ ഞങ്ങള് പൊക്കിയിട്ടുണ്ട് ഗൈസ്. റസ്മിൻ ഭായി നമ്മളൊപ്പം പോരുന്നോ? ഇനി വയ്യാതെ. അതെ, അപ്പൊ റസ്മിൻ ഭായിയുടെ പുതിയ പ്ലാനുകൾ എന്തൊക്കെയാന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. യൂട്യൂബ് ചാനൽ ഉണ്ട്. പേരിട്ടോ? ചാനലിന്റെ പേര് പറ. റസ്മിൻ ഭായി തന്നെയാണ് ഇപ്പൊ ചാനലിൽ വരും. നേരത്തെ ബങ്ക് മേറ്റ്സ് എന്നായിരുന്നു, ഇപ്പൊ റസ്മിൻ ഭായി ആക്കിയിട്ടുണ്ട്. അതിന് വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് റസ്മിൻ ഭായിന്റെ ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. സോ എല്ലാവരും കയറുക, സപ്പോർട്ട് ചെയ്യുക. യെസ്, റസ്മിൻ ഭായിനെ സപ്പോർട്ട് ചെയ്യുക. റസ്മിൻ ഭായിന്റെ ട്രാവൽ വ്ളോഗുകളും പിന്നെന്താ വ്ളോഗ് എല്ലാ വ്ളോഗും ഉണ്ടാവും. അതായത് ഞങ്ങളുടെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വ്ളോഗ് ഉണ്ടാകുന്നതാണ്. പിന്നെ ആങ്കറിങ് പരിപാടിയൊക്കെ ചെയ്യണം, പിന്നെ PhD-യിൽ ഫോക്കസ് ചെയ്യണം. ഇതാണ് ഇപ്പൊ നിലവിലത്തെ പ്ലാൻ. പ്ലാൻസ് ഉണ്ട്, ഒരു പ്ലാനും ഇല്ലാത്ത എനിക്ക് മാത്രം. അങ്ങനെയാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് ഫിനാലേക്ക് പോകുന്നുണ്ട്. അതെ, ഗ്രാൻഡ് ഫിനാലേൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഫിനാലെ നൈറ്റിൽ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യം ഞാൻ നൈറ്റിൽ എന്താ പരിപാടി? നൈറ്റ് എന്താ പരിപാടി? ആ പരിപാടിയാ. ഓക്കെ, അതുണ്ട്. ഞാൻ വിചാരിച്ചത് അല്ലാതെ നമ്മൾ മാത്രമായിട്ടുള്ളത്. അയ്യോ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നാടോട്ട് പോവാം. ഞാൻ റെഡിയാണ്. ഞാൻ കാർ എന്തായാലും വരാൻ പറയുകയാണ്. ഇനിയിപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് വലിയ കാര്യം തോന്നുന്നില്ല. ഞാൻ നാട്ടിട്ട് പോകാൻ റെഡിയാണ്. കപ്പാരടിക്കുന്നുള്ളത് മാത്രമല്ല, കപ്പടിക്കുന്ന ആരെ നോക്കിയിട്ടാണ് നാട് വിടാൻ. അതിലും പോയിന്റ് ഉണ്ട് ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം. അതിലും പോയിന്റ് ഉണ്ട്. ഷംന കാസിമിനെ കാണോ? കാണിച്ചു കൊടുക്കും. ചെറിയ ലുക്കുണ്ട്. നല്ലതല്ലേ, അടിപൊളി കാണാൻ. മീര ജാസ്മിൻ പേടിച്ചു പോയതാ മീര ജാസ്മിൻ. നല്ലടി കൊടുക്കണം, നല്ലടി. ഇതൊക്കെ ബിഗ് ബോസിനകത്ത് ഹൗസിനകത്ത് ഇവിടെ ഇന്നിട്ട് വരട്ടിയെന്ന് ഞങ്ങൾക്ക് പകരം ഇങ്ങനെ നല്ല അടിപൊളി കപ്പുള്ള ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവ് അകത്തിരുന്ന് ഭാര്യ പ്ലാൻ ചെയ്ത് പോയതാ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ലിപ് ലോക്കിംഗ് കണ്ടിരുന്നു, നല്ല രസമുണ്ട്. എക്സ്പീരിയൻസ് സദാചാരായിരുന്നു കൂട്ടരുത്. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ആയിരുന്നു. ഞാൻ ഈ പറ്റിക്കിടക്കുന്ന മരുഭൂമിയിലേക്ക് അല്ല, റീക്രിയേഷൻസിന് എന്തെങ്കിലും പ്രശ്നം അല്ല തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഇൻട്രോവേർട്ട് ആയിരുന്ന സായി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാറിൽ ഇരുന്ന സായിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ സായി ഇപ്പം ഭയങ്കരമായി എക്സ്പോസ്ഡ് ആയ ആളുകളോടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കാനും സഹകരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് എങ്ങനെ നോക്കിക്കാണുന്നു സായി? പുറത്തേക്ക് ഇറങ്ങിയ ആളുകളടുത്തുള്ള ഇന്ററാക്ഷനൊക്കെ കണ്ടപ്പോഴത്തേക്ക് ബിഗ് ബോസ് കൊണ്ട് വന്ന വലിയ മാറ്റമാണ്. അതെ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി ലൈഫ്. സായി ഭയങ്കര ഹാപ്പി അല്ലേ ശരിക്കും? ആ വീട്ടിലെല്ലാരും, അമ്മ, അച്ഛൻ, എവറിത്തിങ് എല്ലാരും ഹാപ്പിയാണ്. അപ്പം ഇപ്പൊ ഒരു ലിപ് ലോക്ക് ചെയ്യാൻ പറഞ്ഞ ചെയ്യോ സായി? ഓ, നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യുന്നത് മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? അല്ലാതെ ഒന്നും ചെയ്യില്ലല്ലേ? അത് ഞങ്ങൾക്ക് 72 ക്യാമറയും അവിടെ നാണം കുടുങ്ങി ആയിട്ടിരുന്ന സായിയാണ് ഇപ്പോ സ്നേഹ ഇവിടെ ഇരുന്ന് വിയർക്കുന്നു, പുഴുക്കുന്നു. സ്നേഹ ഇവിടെ ഇരുന്ന് പുഴുക്കുന്നു. സായി ആണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി. യെസ്, ഓഫ് കോഴ്സ് എന്താണ് പറയുന്നത്? ബൈ 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 ഗൈസ്, ബൈ. എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ദിയാസാണ്. എനിക്കൊരു ചോദ്യം ചോദിക്കാനാണ് നിങ്ങളോട്. നിങ്ങൾ അതെയാണ് ഞാൻ അവിടെ ചോദിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദിയാസന ജാസ്മിന്റെ ഏജന്റ് ആണെന്ന്? എനിക്ക് തോന്നുന്നുണ്ട്, നല്ല തോന്നലുണ്ട്. സത്യം പറയണം, ദിയാസന ജാസ്മിന്റെ ആളാണ്. ഞാൻ സത്യം പറഞ്ഞത്, ഞാൻ ദിയാസന എന്ന് പറയുന്ന ആസ് എ വ്യക്തി
ഇപ്പോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഏജന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനാണ് ജാസ്മിന്റെ ഞാനാണ് ജാഫറിന്റെ ഏജന്റ്, ഞാനാണ്. എടാ ഇങ്ങോട്ട് തിരിച്ച ഒരു കാര്യം പറയട്ടെ. എടാ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പിള്ളേരാണ് ഇവർക്കൊക്കെ മുമ്പേ പരിചയങ്ങളുണ്ട്. ഇവരൊക്കെ എത്രയോ നാളുകളായിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആളുകളാണ്. അപ്പൊ പരിചയങ്ങൾ ഇവരുടെയൊക്കെ ഇടയിൽ ഉണ്ടാവും. ഇതിനൊക്കെ വന്ന് നിന്ന് ഏജന്റ് മറ്റേ ഇതുണ്ടാക്കാൻ പോയി നിന്ന് പറഞ്ഞു വെറുതെ പാവം പിടിച്ച് എന്റെ സായിമോൻ ഇപ്പൊ വന്ന് മല പറിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ വിചാരിച്ചത്. പാവം ചെറുക്കനല്ലേടേ, നിങ്ങൾ എന്തിനടേ ഇങ്ങനെ അവനെടുത്തിട്ട്. കുഴപ്പമില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PR എന്ന പണി ചെയ്യേണ്ടി വന്നേനായിരുന്നു എന്റെ സായിമോന് വേണ്ടി. പക്ഷേ രക്ഷപ്പെട്ടു. ഞാൻ അതിന് മുന്നേ ചാടി. ഞാൻ ഒരാളെ വിധിക്കും കാത്തു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്ക് ചാടി പോന്നു. ലാലേട്ടൻ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. പ്രമോ കാണണം, എപ്പിസോഡൊന്ന് കാണണം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഇതാ ചേച്ചി ഇവിടെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. വിനു ബ്രോ അവിടെ കാത്തിരിക്കുന്നു. വന്നില്ല, ഫുഡ് വരാൻ കാത്തിരിക്കുന്നു. ഒറ്റ തീറ്റി അൽത്താഫ് വ്ലോഗ് അൽത്താഫ് വ്ലോഗ് വന്ന ഫുഡ് ആർക്കും ഷെയർ ആകാത്ത ഒറ്റയ്ക്ക് തിന്നുന്നേ. അവൻ ഡബിൾ ഒറ്റ തീറ്റി വന്ന സാധനം ഫുള്ള് ഒറ്റയ്ക്ക് തിന്നു കഴിഞ്ഞ്. സ്നേഹയ്ക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ നോർമൽ. അപ്പോൾ കൊച്ചിയിലെ ഒരു ദിവസം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സാധനം ഞാൻ ഇവിടെ തീർക്കാണ്. ഓക്കെ ബൈ. പോകുന്നു, അവർ പോകുന്നു. ടാറ്റാ. നോക്ക് വ്ലോഗ് ഉണ്ടായിരുന്നു. അല്ല ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാ. അങ്ങനെ ഞാനിത് അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് മതി, എനിക്കിനി വയ്യ. അത് എഡിറ്റ് ചെയ്യാൻ പോലും എനിക്ക് വയ്യ. ഞാൻ എഡിറ്റ് ചെയ്യാതെ